ഇത് അശ്വതി മാം അല്ലേ? അതേടാ. Good morning. Good morning. Good morning, ma'am. Good morning. Good morning, ഏട്ടാ. Okay. ഓക്കെ, അപ്പൊ ഓപ്പറേഷൻ തിയേറ്ററിന്റെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? എല്ലാവരും നോക്കിയെന്ന് വിശ്വസിക്കുന്ന ആ ടേബിൾ ഒക്കെ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടാവും വിശ്വസിക്കുന്നു കേട്ടോ നിങ്ങള്. ഓക്കെ, ഇനി നമ്മൾ നോക്കിയേ യൂഷ്വൽ ഏരിയാസ് കേട്ടോ, ഞാൻ നോട്ട് എടുത്തിടാം. യൂഷ്വൽ ഏരിയാസ് ഓഫ് ഡെഫിഷ്യൻസി ഇൻ ഓട്ടീസ്, ഓപ്പറേഷൻ തിയേറ്ററിലുള്ള, അതായത് എന്തൊക്കെയാണ് അവിടെയുള്ള കുറവുകൾ നോക്കാം നമുക്ക് കേട്ടോ. ഡെഫിഷ്യൻസി എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് നോ റിസപ്ഷൻ ഏരിയ. ഓക്കെ, നോ റിസപ്ഷൻ ഏരിയ അതായത് പ്രത്യേകിച്ചൊരു എന്താ പറയാ, നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ കടന്നു ചെല്ലുമ്പോൾ നമുക്ക് വലിയ രീതിയിൽ റിസപ്ഷൻ കാണാനായിട്ട് സാധിക്കും അല്ലെ? എല്ലാ കാര്യങ്ങളും ഐഡന്റിഫൈ ചെയ്യാനും അവിടെ ഓരോരോ സെക്ഷൻസ് ആയിട്ട് ആളുകൾ ഇരിക്കുന്നുണ്ടാവും അല്ലെ? അപ്പൊ നമുക്ക് നേരിട്ട് എന്ത് ചെയ്യാം, അവരോട് ചെന്ന് ചോദിക്കാം എന്തൊക്കെയാണ്. ഇപ്പൊ ഡോക്ടറെ കാണാനുണ്ടെങ്കിൽ ആ ഡോക്ടറുടെ പേര് പറഞ്ഞിട്ട് അവരോട് ആ ഡോക്ടറെ കുറിച്ച് അന്വേഷിക്കാം. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സർവീസിനായിട്ടാണ് നമ്മൾ അവിടെ ചെല്ലുന്നതെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് ചോദിക്കാം. ഓക്കെ, അപ്പോ റിസപ്ഷൻ ഏരിയ എന്ന് പറയുന്ന ഒരു ഏരിയ ഇല്ലാത്തത്,
ഓക്കെ, അങ്ങനെയുള്ള ഒരു എന്താ പറയാ ഭയങ്കര എന്താ പറയാ എക്യുപ്പൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയാ നല്ല രീതിയിലുള്ള ഒരു റിസപ്ഷൻ ഇല്ലാതിരിക്കുന്നത് എന്തിന്റെ ഡെഫിഷ്യൻസിയാണ്? ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഡെഫിഷ്യൻസി ആയിട്ട് നമ്മൾ കാണണം. ഓക്കെ, അപ്പോ റിസപ്ഷൻ ഏരിയ നല്ല രീതിയിൽ ഇല്ലാത്തത് OT-യുടെ ഒരു ഡെഫിഷ്യൻസിയാണ്. രണ്ടാമത്തേത് നോ സെപ്പറേറ്റ് റൂംസ് ഫോർ സർജൻസ്, അനസ്തറ്റോളജിസ്റ്റ്, ജൂനിയർ ഡോക്ടർ, OT അറ്റൻഡൻസ്. ഓക്കെ, അതായത് സെപ്പറേറ്റ് റൂം ഇല്ലാതിരിക്കുക, സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യുക, റൂം ഇല്ലാതിരിക്കുക. അതായത് സർജൻസിന് ഇപ്പോ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുന്ന സർജൻസിന് പർട്ടിക്കുലർ ആയിട്ട് റൂം ഇല്ലാതിരിക്കുക. അതുപോലെ തന്നെ അനസ്തേഷ്യ കൊടുക്കുന്ന ഡോക്ടർക്ക് പ്രത്യേകമായിട്ട് റൂം ഇല്ലാതിരിക്കുക. ജൂനിയർ ഡോക്ടർമാർക്ക് പ്രത്യേകമായിട്ട് റൂം ഇല്ലാതിരിക്കുക. അതുപോലെ തന്നെ അവിടെ വർക്ക് ചെയ്യുന്ന OT അറ്റൻഡന്റുമാർക്ക് എന്ത് ചെയ്യുക, റൂം ഇല്ലാതിരിക്കുക. ഇത്രയും കാര്യങ്ങൾ എന്താണ് അവിടെയുള്ള ഡെഫിഷ്യൻസി ആയിട്ട് പറയുന്നുണ്ട്. ഇവർക്കൊക്കെ അലൗഡ് ആയിട്ടുള്ളത് കോമൺ ആയിട്ടുള്ള റൂംസ് ആണ്. അതുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള റൂംസ് വേണം. കാരണം ഓരോരുത്തരുടെ പൊസിഷൻ എന്ന് പറയുന്നത് വ്യത്യസ്തമാണല്ലോ. ഇപ്പൊ സർജന് താഴെയായിട്ടായിരിക്കും മറ്റുള്ളവരൊക്കെ വരിക. അപ്പോ എല്ലാവരും കൂടി എന്താണ് കോമൺ റൂം യൂസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് ഉണ്ടാകും. അതെന്താണ് നല്ലൊരു പ്രൊസീജിയർ അല്ല അത്. അതുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് എന്ത് വേണം ശരിക്കും പറഞ്ഞാല് റൂംസ് വേണം അവിടെ വർക്ക് ചെയ്യുന്നവർക്ക്. പക്ഷെ അങ്ങനെ ഇല്ല, നമ്മൾ കാണാറില്ല അങ്ങനെ. അപ്പോ അതെന്ന് പറയുന്നത് OT-യിൽ ഒരു കുറവായിട്ട് പറയുന്നുണ്ട്. നെക്സ്റ്റ്, നോട്ട് ഇനഫ് നമ്പർ ഓഫ് ചേഞ്ച് റൂംസ് ഫോർ ഡിഫറെന്റ് ക്ലാസ് ഓഫ് പീപ്പിൾ. അതുപോലെ തന്നെ ഡിഫറെന്റ് ക്ലാസ് പലതരത്തിലുള്ള രോഗികൾ ഉണ്ടാവുമല്ലോ, അവർക്ക് ചേഞ്ചിങ് റൂം ഇല്ലാതിരിക്കുക. ഇപ്പൊ തീരെ അവശത അനുഭവിക്കുന്ന രോഗികൾ ഉണ്ടാവും, അല്ലാതെ കുറച്ചും കൂടി സ്റ്റേബിൾ ആയിട്ടുള്ള രോഗികൾ ഉണ്ടാവും. ഇവർക്കൊക്കെ എന്ത് വേണം, ആവശ്യത്തിന് ഡ്രസ്സും മറ്റും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യുന്നതിന് റൂം വേണം അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളും ഇല്ലാതിരിക്കുന്നത് എന്താണ് ഒരു കുറവ് തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ്, ഇൻഅപ്രോപ്രിയേറ്റ് സൈസ് ആൻഡ് ടൈപ്പ് ഓഫ് ഡോസ്. ഓക്കെ, ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള, അതായത് ആ ഒരു എന്താ പറയാ അവിടെയുള്ള വാതിലുകളും അതുപോലെ തന്നെ അവിടെയുള്ള ജനാലകൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എന്താണ് സൈസ് ഇല്ലാതിരിക്കുക. അതായത് വലിയ വാതിൽ ഡോർ കാര്യങ്ങളൊക്കെ ആയിരിക്കും വേണ്ടത്, പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എന്താണ് ഇല്ലാതിരിക്കുക. അതിന്റെ സൈസിൽ കുറവുണ്ടാകാം, അങ്ങനെയുള്ള കുറവുകൾ കേട്ടോ. Next is lack of laminar flow and mandatory air exchange system in OT. അതുപോലെ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നല്ല ബ്രില്യന്റ് ആയിട്ടുള്ള ഇലുമിനേഷൻ ആയിരിക്കണം എവിടെ വേണ്ടത്, OT-യിൽ വേണ്ടത് അല്ലെ. അതുപോലെ തന്നെ എയർ കണ്ടീഷൻ ചെയ്ത റൂം ആയിരിക്കണം OT-ക്ക് ഉണ്ടായിരിക്കേണ്ടത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലാതിരിക്കുന്നതും OT-യുടെ ഡെഫിഷ്യൻസി ആയിട്ട് നമുക്ക് പറയാം. ഓക്കെ, നെക്സ്റ്റ് ഈസ് lack of standard OT protocol. അതുപോലെ തന്നെ പ്രോട്ടോകോളിലുള്ള വ്യത്യാസം. ഓക്കെ, പ്രോട്ടോകോൾ അതായത് എന്താ പറയാ ഒരു പ്രൊസീജിയർ ഉണ്ടല്ലോ. അതായത് ആ ഒരു ഓപ്പറേഷൻ തിയേറ്റർ ഫങ്ഷൻ ചെയ്ത് നല്ല രീതിയിൽ പോകണമെങ്കിൽ ഒരു പ്രൊസീജിയർ അവിടെ ആവശ്യമാണ്. ആ പ്രൊസീജിയേഴ്സ്, ആ പ്രോട്ടോകോള് ഇല്ലാത്തത് ഈ ഒരു ഡെഫിഷ്യൻസിക്ക് കാരണമായിട്ട് വരാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഈസ് നോ സെപ്പറേറ്റ് സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. CSSD എന്ന് പറയും. അതിന്റെ ഫുൾ ഫോം നിങ്ങളൊന്ന് ഓർത്ത് വെക്കണം. CSD എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അതിന്റെ ഫുൾ ഫോം ചോദിക്കാറുണ്ട്. നോ സെപ്പറേറ്റ് സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ്. അതായത് നമ്മൾ നേരത്തെ TSSC പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. TSSC എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ തിയേറ്റർക്ക് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ ഡ്യൂട്ടി. ഓക്കെ, പക്ഷേ CSSD എന്ന് പറഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിന് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് CSSD-യുടെ ഡ്യൂട്ടി. രണ്ടും തമ്മിൽ ഡിഫറെന്റ് ആണ് കേട്ടോ. അപ്പോ ഇവര് എന്താണ് ഈ ഹോസ്പിറ്റലുകളില് എല്ലാ കാര്യങ്ങളും മൊത്തത്തിൽ എന്താണ് എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു യൂണിറ്റ് പ്രവർത്തിക്കുന്നില്ല. അത് OT-യുടെ ഒരു ഡെഫിഷ്യൻസി ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഈസ് വെയിറ്റിംഗ് ഏരിയ റിക്കവറി.
ഓക്കെ, അതായത് വെയിറ്റിംഗ് ഏരിയ സഫീഷ്യന്റ് ആയിട്ടില്ലാത്തത് അല്ലെങ്കിൽ റിക്കവറി റൂമുകൾ സഫീഷ്യന്റ് ആയിട്ടില്ലാത്തതൊക്കെ എന്താണ് ഡെഫിഷ്യൻസി ആയിട്ട് പറയുന്നത്. അപ്പോ നോട്ട് വെൽ എക്യുപ്പൈഡ്, ലാക്ക് ഓഫ് ബേസിക് ഫെസിലിറ്റീസ്. ഈ വെയിറ്റിംഗ് ഏരിയയിലാണെങ്കിലും റിക്കവറി റൂമിലാണെങ്കിലും അവിടെയുള്ള ഉപകരണങ്ങളിൽ എക്യുപ്മെന്റ്സ് എന്താണ് നല്ല രീതിയിൽ വർക്കിംഗ് അല്ല. അതുപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള ഫെസിലിറ്റീസ് അവിടെ ഇല്ലാത്തതും എന്ത് തന്നെയാണ് OT-യുടെ കുറവായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോ ഫസ്റ്റ് ഈസ് നോ റിസപ്ഷൻ ഏരിയ. ഓക്കെ, നോ റിസപ്ഷൻ ഏരിയ, റിസപ്ഷൻ ഏരിയ ഇല്ലാത്തത്, സെപ്പറേറ്റ് റൂം ഇല്ലാത്തത്, അതുപോലെ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പീപ്പിളിന് ചേഞ്ചിങ് റൂം ഇല്ലാത്തത്, പിന്നെ അതുപോലെ തന്നെ ഇൻഅപ്രോപ്രിയേറ്റ് സൈസ് ആൻഡ് ടൈപ്പ് ഓഫ് ഡോക്ടേഴ്സ് കേട്ടോ. അതായത് ഡോസുകളും കാര്യങ്ങളൊക്കെ എന്താണ് സഫീഷ്യന്റ് ആയിട്ട് വരുന്നത്. ഇതൊക്കെ എന്ത് തന്നെയാണ്. അതുപോലെ തന്നെ ലാമിനാർ ഫ്ലോ, അതുപോലെ തന്നെ പ്രോട്ടോകോളുകള്, പിന്നെ CSSD, വെയിറ്റിംഗ് ഏരിയ, ഇതിനകത്തുള്ള ഡെഫിഷ്യൻസികളൊക്കെ എന്താണ് OT-യെ പ്രതികൂലമായിട്ട് എന്ത് ചെയ്യാം, ബാധിച്ചേക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് എന്തിൽ പറയുന്നത്, ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ പറയുന്നത് കേട്ടോ. ലാമിനാർ ഫ്ലോ മീൻസ് നല്ല രീതിയിലുള്ള ലൈറ്റനിങ് ആണ് കേട്ടോ. ലൈറ്റനിങ് ആണ് ഉദ്ദേശിക്കുന്നത് ലാമിനാർ ഫ്ലോ. സ്റ്റാൻഡേർഡ് ഓഫ് OT, അതായത് ഓപ്പറേഷൻ തിയേറ്ററിന് നിശ്ചിത പ്രോട്ടോകോൾ ഉണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആദ്യം. അതായത് ഒരു നിശ്ചിത ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കയറാൻ പറ്റുള്ളൂ അല്ലെ. അവിടുത്തെ പ്രോട്ടോകോൾ, അതായത് നമ്മള് സ്ക്രബിംഗ് രീതികൾ ഉപയോഗിക്കണം, അവിടെയുള്ള മെയിൻ ആയിട്ടുള്ള ആളെ നമ്മുടെ ID കാണിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് എൻട്രിങ് അവിടെ സാധ്യമാകുകയുള്ളൂ. അങ്ങനെയുള്ള പ്രോട്ടോകോൾസ് ഉണ്ട്. അതിനെയാണ് പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത്. പക്ഷെ ആ പ്രോട്ടോകോൾസിന്റെ കുറവ് എവിടെയുണ്ട്, ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് അവിടെയുള്ള കാര്യങ്ങൾ ശരിയായ രീതിയിൽ പാലിക്കപ്പെടുന്നില്ല എന്നാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മള് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞൊരു ചാപ്റ്ററിലേക്ക് പോവാണ് കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് മൈൻഡിൽ ഒന്ന് റീഡ് ചെയ്യുക കേട്ടോ. ആദ്യം എയിം ഓഫ് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ, കോൺട്രാക്ട് ഓൺ ത്രീ ബേസിക് എലമെന്റ്സ് വരെ ഒന്ന് റീഡ് ചെയ്യുക. കംപ്ലീറ്റ് അല്ല. ഓക്കെ, നോക്കാം കേട്ടോ, നോക്കാം. ടൈപ്സ് ഓഫ് OT അല്ലേ. ഓക്കെ, ചാപ്റ്റർ നമ്പർ ടൈപ്സ് ഓഫ് OT ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, നിങ്ങൾ അതിനെ കുറിച്ച് ബോധേഡ് ആവണ്ട. നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാനത് കംപ്ലീറ്റ് ചെയ്യാം. ഇപ്പൊ നമ്മൾക്ക് നേരെ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് പോകും കേട്ടോ. ഓക്കെ, എല്ലാവരും ഓക്കെ ആണോ? ബോധേഡ് ആവണ്ട, നെക്സ്റ്റ് ക്ലാസ്സിൽ എടുത്തുതരാം കേട്ടോ. അത് നിങ്ങള് ചാപ്റ്ററിന്റെ നെയിം നോക്കണ്ട, ആ ഒരു നെയിം അല്ല, ആ ഒരു എത്രയാണെന്ന് നിങ്ങൾ നോക്കണ്ട, ചാപ്റ്റർ മാത്രം നോക്കിയാൽ മതി കേട്ടോ. നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ ചിലതിൽ 17-ലായിരിക്കും കിടക്കുക, ചിലതിൽ 28 ആയിരിക്കും കിടക്കുക കേട്ടോ. ഓക്കെ, എല്ലാവരും ഓക്കെ ആണോ? ഇതിന്റെ ഓപ്പറേഷൻ തിയേറ്ററിന്റെ ബാക്കി ഭാഗം ഞാൻ അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ, നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യാം കേട്ടോ. എയിം ഓഫ് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ, കോൺട്രാക്ട് ഓൺ 3 ബേസിക് എലിമെന്റ്സ്. അത് വരെ ഒന്ന് റീഡ് ചെയ്യുക.
ഓക്കെ, നമുക്ക് നോക്കാം അല്ലെ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ എന്താണെന്ന് നോക്കാം. ഇൻട്രൊഡക്ഷൻ. നഴ്സിംഗ് ഈസ് എ പ്രൊഫഷൻ ദാറ്റ് ഓഫേഴ്സ് സർവീസ് വിച്ച് ബെനിഫിറ്റ് ദ ഹെൽത്ത് ആൻഡ് വെൽ ബീയിങ് ഓഫ് പീപ്പിൾ. നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ ഈസ് എ ലീഡർഷിപ്പ് പൊസിഷൻ ഇൻ എ സ്പെസിഫിക് ഹെൽത്ത് കെയർ എൻവയറൺമെന്റ്. The definition of administration refers to the collection of people who are in charge of making and applying laws and norms, or those in leadership positions who come for important tasks such as staffing processes. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, നഴ്സിംഗ് എന്ന് പറയുന്നത് എന്താ പറയാ, വളരെ നമ്മൾ എന്താ പറയാ പീസ്ഫുൾ ആയിട്ട് ചെയ്യേണ്ട ഒരു ജോലിയാണ് അല്ലെ. അതിനെന്താ പറയാ, ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു സൈഡും കൂടി അതിനകത്ത് ഉണ്ട്. ഓക്കെ, നമ്മുടെ ഡോക്ടേഴ്സിനെ പോലെ തന്നെയാണ് ആര് വരുന്നത്, നഴ്സുമാരും വരുന്നത് അല്ലെ. അപ്പൊ നമുക്ക് കൂടുതലായിട്ട് അവരെ കുറിച്ച് അറിയാനായിട്ട് ഈ ചാപ്റ്ററിലൂടെ പറ്റും. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന് കേട്ടോ. നഴ്സിംഗ് എന്ന് പറയുന്നത് ഒരു പ്രൊഫഷനാണ്. ഓക്കെ, നഴ്സിംഗ് എന്ന് പറയുന്നത് എന്താണ്, ഒരു പ്രൊഫഷനാണ്. അവര് സർവീസ് ചെയ്യുന്നു. ആരെയാണ് അവര് സർവീസ് ചെയ്യുന്നത്? അതായത് സാധാരണക്കാരായിട്ടുള്ള അല്ലെങ്കിൽ പബ്ലിക്കിനെ അവരുടെ ആരോഗ്യത്തിന് വേണ്ടി, പബ്ലിക്കിന്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട്, അവരുടെ ഹെൽത്തിന് വേണ്ടിയിട്ടാണ് അവര് സെർവ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ നഴ്സുമാരെന്ന് പറയുന്നത് ആളുകളുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് സെർവ് ചെയ്യുന്ന ഒരു കൂട്ടം വ്യക്തികളാണ് കേട്ടോ. ഓക്കെ, അതാണ് അവിടെ ആ ഒരു ആദ്യത്തെ പോയിന്റില് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നഴ്സിംഗ് എന്ന് പറയുന്നത് ഒരു ലീഡർഷിപ്പ് പൊസിഷൻ ആണ്. എവിടെയുള്ള, നമ്മുടെ ഹോസ്പിറ്റലിലുള്ള, അതായത് ഒരു ഹെൽത്ത് കെയർ എൻവയൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ലീഡർഷിപ്പ് പൊസിഷൻ ആണ് ഈ ഒരു നഴ്സിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം അല്ലെ, ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ നഴ്സുമാരെന്ന് പറയുന്നത് അവർക്കൊരു പ്രത്യേക സ്ഥാനം നമ്മൾ അനുവദിച്ചു കൊടുത്തിട്ടുണ്ടാവും അല്ലെ. അപ്പോ ഇതൊരു ലീഡർഷിപ്പ് ആയിട്ടുള്ള ഒരു പൊസിഷൻ ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു നഴ്സിംഗ് എന്ന് പറയുന്നത് അതൊരു സർവീസ് ആണ്. ആളുകൾക്ക് ആരോഗ്യം പ്രൊവൈഡ് ചെയ്യുക അല്ലെങ്കിൽ അവരെ സർവീസ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. കൂടാതെ ഇതൊരു ലീഡർഷിപ്പ് പൊസിഷനും കൂടിയാണ്. ഓക്കെ, നെക്സ്റ്റ് ദ ഡെഫിനിഷൻ ഓഫ് അഡ്മിനിസ്ട്രേഷൻ. അപ്പോ നമ്മൾ ഈ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് പഠിക്കുമ്പോൾ എന്താണ് അഡ്മിനിസ്ട്രേഷൻ എന്നുകൂടി നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, എനിക്ക് തോന്നുന്നു നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗം എന്ന് പറയുന്നത് എന്താ. ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗം എന്താണ്, അവിടുത്തെ ലോസും നോംസും ക്രിയേറ്റ് ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗം എന്ന് പറയുന്നത് അല്ലെ. ഒരു കൂട്ടം ആളുകളാണ്. ഓക്കെ, അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയയിൽ വർക്ക് ചെയ്യുന്നത് ഒരു കൂട്ടം ആളുകളാണ്. ആ ആളുകള് അവിടെയുള്ള ഹോസ്പിറ്റലിന്റെ നടത്തിപ്പിന് വേണ്ടിയിട്ട് നിയമങ്ങളും അതുപോലെ തന്നെ പ്രോട്ടോകോളുകളും എന്ത് ചെയ്യാണ്, ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അവരത് നിർമ്മിക്കുക മാത്രമല്ല, ക്രിയേറ്റ് ചെയ്യുക മാത്രമല്ല ചെയ്യുന്നത്, അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതും ആര് തന്നെയാണ്, ഹോസ്പിറ്റലിലെ അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗമാണ്. ഓക്കെ, ഇപ്പൊ ഞാനിപ്പോ പറഞ്ഞത് ഞാൻ പറഞ്ഞു നഴ്സിംഗ് പ്രൊഫഷൻ എന്ന് പറയുന്ന ഒരു സർവീസ് ആണ്. ആളുകളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. രണ്ടാമത്തേത് ഇതൊരു ലീഡർഷിപ്പ് പൊസിഷൻ ആണ്. ഒരു ഹെൽത്ത് കെയർ എൻവയൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം മുൻനിരയിലുള്ള ഒരു ലീഡർഷിപ്പ് പൊസിഷനിലാണ് നഴ്സുമാര് വർക്ക് ചെയ്യുന്നത്. കൂടാതെ ഇത് നമ്മൾ നോക്കുമ്പോൾ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു നമ്മൾ പഠിക്കുമ്പോൾ അഡ്മിനിസ്ട്രേഷൻ എന്താണെന്നും കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ ചേർന്നിട്ടാണ് അവരുടെ ഹോസ്പിറ്റലിന്റെ ഡേ ടു ഡേ ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ള നിയമങ്ങളും പ്രോട്ടോകോളുകളും നിർമ്മിക്കുന്നതും ഇംപ്ലിമെന്റ് ചെയ്യുന്നതും. ഇവരെയാണ് നമ്മൾ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇതിനെയാണ്, അതായത് ഈ നിയമങ്ങളും പ്രോട്ടോകോൾസും നടപ്പിലാക്കുന്നതിനെയാണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് വിളിക്കുന്നത് കേട്ടോ. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഈ ഒരു പാരഗ്രാഫ് എന്താണെന്ന് പറഞ്ഞത് ക്ലിയർ ആയോ? ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ ലാസ്റ്റ് ഒരു 5-10 മിനിറ്റ്സ് തരാം കേട്ടോ. അപ്പൊ ചോദിച്ചാൽ മതി കേട്ടോ. ഓക്കെ,
അപ്പൊ എങ്ങനെയാണ് ഈ അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗം ഈ നടപ്പിലാക്കുന്നത്? അതായത് ആ ഹോസ്പിറ്റലിലെ നടത്തിപ്പ് എങ്ങനെയാണ് അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് നമുക്ക് നോക്കാം. 2 പ്രോസസ്സിലൂടെയാണ് അവരത് ചെയ്യുന്നത്. ആദ്യത്തേത് എന്ന് പറഞ്ഞാൽ സ്റ്റാഫിംഗ് ആണ്, രണ്ടാമത്തേത് സ്റ്റാഫിംഗ് പ്രോസസ് ആണ് കേട്ടോ. ഓക്കെ, ആദ്യത്തേത് സ്റ്റാഫിംഗ് ആണ്, രണ്ടാമത്തേത് സ്റ്റാഫിംഗ് പ്രോസസ് ആണ്. സ്റ്റാഫിംഗ് എന്താണെന്ന് നോക്കാം. സ്റ്റാഫിംഗ് മീൻസ് ദ കണ്ടിന്യൂസ് പ്രോസസ് ഓഫ് സെർച്ചിങ്, choosing, analyzing, and creating working relationship with the present or future employees. സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് നിലവിൽ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ജോലിക്കാരുമായോ അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്ന ജോലിക്കാരുമായിട്ടോ നല്ല രീതിയിലുള്ളൊരു റിലേഷൻസ് ആര് സ്ഥാപിക്കണം? അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗം സ്ഥാപിക്കണം. ഓക്കെ, ഞാൻ പറഞ്ഞു ഒരു പ്രത്യേക കൂട്ടം ആളുകളാണ്. ഓക്കെ, ഒരു ഹോസ്പിറ്റലില് ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും തലപ്പത്തിരിക്കുന്ന ആളുകളാണ് അഡ്മിനിസ്ട്രേറ്റീവ്സ് ആയിട്ട് വരിക. ഇവരാണ് സ്റ്റാഫുകളെ റിക്രൂട്ട് ചെയ്യുന്നതും അവരെ നിയമിക്കുന്നതും. അപ്പോ ഒരു ഉദ്യോഗസ്ഥന്റെ ഹോസ്പിറ്റലിൽ ഇപ്പോ ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയാണ്, നിങ്ങൾ ഒരു ഹോസ്പിറ്റലിൽ ആപ്ലിക്കേഷൻ കൊടുത്തു, ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് നിങ്ങളെ സെലക്ട് ചെയ്യാണ്. നിങ്ങളെ സെലക്ട് ചെയ്യുന്ന കൂട്ടത്തിലെ ആളുകൾ എന്ന് പറയുന്നത് ആ ഹോസ്പിറ്റലിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗത്തിൽ പെടുന്നവരാണ്. ഓക്കെ, അവര് നിങ്ങളെ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ആദ്യം അന്വേഷിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ആദ്യം എന്ത് ചെയ്യും അവര്? ചിലപ്പോ പത്രത്തിൽ ഇടും അല്ലെ, അല്ലെങ്കിൽ നമ്മുടെ ഓൺലൈനിൽ വഴിയിട്ട് എന്ത് ചെയ്യും, ആളുകളെ ആവശ്യമുണ്ട്, ഹോസ്പിറ്റലിലേക്ക് ആളുകളെ ആവശ്യമുണ്ടെന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യും, കട്ടൗട്ടുകൾ ഇടില്ലേ. അപ്പൊ അങ്ങനെ അവർ ആദ്യം ജോലിക്കാരെ തിരയുകയാണ് ചെയ്യുന്നത്. തിരയുമ്പോൾ നമ്മൾ ഒരുപാട് ആളുകൾ അല്ലെ, സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് ആളുകൾ ഇത് കാണുകയും നമ്മൾ ആപ്ലിക്കേഷൻ അയക്കുകയും ചെയ്യുന്നു. അതിൽ നിന്ന് അവര് ഇന്റർവ്യൂ വെക്കുന്നു അല്ലെ, ഇന്റർവ്യൂസിലൂടെ നമ്മളെ ചൂസ് ചെയ്യുന്നു, നമ്മളെ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, സെലക്ട് ചെയ്തതിനു ശേഷം നമ്മളോട് വിശദ വിവരങ്ങളൊക്കെ അന്വേഷിച്ച് നമ്മൾ ഒന്ന് അനലൈസ് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ എങ്ങനെയുള്ള വ്യക്തികളാണെന്ന് അവർക്ക് അറിയണ്ടേ? നല്ല രീതിയിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്നവർക്ക് മാത്രമാണ് നല്ല രീതിയിലുള്ള ജോലി ലഭിക്കുക അല്ലെ. അപ്പൊ നമ്മൾ അവരെ എന്ത് ചെയ്യുന്നു? അനലൈസ് ചെയ്യുന്നു. അനലൈസ് ചെയ്തതിന് ശേഷം നമ്മൾ അവരെ ജോലിക്കായിട്ട് നിയമിക്കുകയാണ്. നിയമിച്ചതിന് ശേഷം നമ്മളുമായിട്ട് നല്ലൊരു റിലേഷൻ എന്ത് ചെയ്യാണ്? അവർ കീപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് തുടർച്ചയായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഹോസ്പിറ്റലുകളിൽ ആളുകളെ സെർച്ച് ചെയ്യുന്നതും ചൂസ് ചെയ്യുന്നതും അനലൈസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടും തുടർന്ന് അവരെ നിയമിച്ചതിന് ശേഷവും അവരുമായിട്ട് നല്ലൊരു റിലേഷൻ കാത്തു സൂക്ഷിക്കുന്നതുമാണെന്ത് സ്റ്റാഫിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ എന്താണ് സ്റ്റാഫിംഗ് എന്ന്? ക്ലിയർ ആണോ? സ്റ്റാഫിംഗ് ക്ലിയർ ആണോ? ഓക്കെ, നിങ്ങൾ വിചാരിച്ചാൽ മതി, ആളുകളെ സെർച്ച് ചെയ്യുക, ആളുകളെ ചൂസ് ചെയ്യുക, പിന്നെ അനലൈസ് ചെയ്യുക, തുടർന്ന് അവരെ നിയമിക്കുക, പിന്നീട് അവരുമായിട്ട് നല്ല രീതിയിലുള്ള റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. ഓക്കെ, നെക്സ്റ്റ് ഈസ് സ്റ്റാഫിംഗ് പ്രോസസ്. Involves manpower planning to have the right person in the right position. That means staffing process consists of identify the type and the amount of nursing care needed by the patient and selecting and appointing personnel from the obtainable applicants. ഇനി സ്റ്റാഫിംഗ് പ്രോസസ് എന്താണെന്ന് നോക്കാം. എങ്ങനെയാണ് സ്റ്റാഫിംഗ് പ്രക്രിയകൾ അല്ലെങ്കിൽ പ്രോസസ്സ് നടക്കുന്നത്? നിങ്ങളൊന്ന് നോക്കിയ എവിടെ? ഇൻവോൾവ്സ് മാൻ പവർ പ്ലാനിങ് ടു ഹാവ് ദ റൈറ്റ് പേഴ്സൺ ഇൻ ദ റൈറ്റ് പൊസിഷൻ. ഓക്കെ, അതായത് ശരിയായ വ്യക്തികളെ ശരിയായ സ്ഥാനത്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് സ്റ്റാഫിംഗ് പ്രോസസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതൊരു മാൻ പവർ പ്ലാനിങ് ആണ്. അതായത് ഒരു കൂട്ടം ആളുകൾ ചേർന്നിട്ട് കാലെ കൂട്ടി, അതായത് മുന്നേ കൂട്ടി തന്നെ പ്ലാൻ ചെയ്തിട്ടാണ്. നോട്ട് ഓഡിബിൾ, നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നില്ലേ? ജയലക്ഷ്മി, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും കേട്ടോ, നമ്മളുടെ ഫോണിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, അതുകൊണ്ടായിരിക്കും കേൾക്കാൻ സാധിക്കാത്തത് കേട്ടോ. ഓക്കെ, ഒന്ന് ലീവ് ചെയ്തിട്ട് റീജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോ ഇതാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്.
മാൻ പവർ പ്ലാനിംഗ് ആണ്. വാട്ട് ഈസ് എ സ്റ്റാഫിംഗ് പ്രോസസ് എന്ന് ചോദിച്ചാൽ ഇറ്റ്സ് എ മാൻ പവർ പ്ലാനിംഗ്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഹാവ് ദ റൈറ്റ് പേഴ്സൺ ഇൻ ദ റൈറ്റ് പൊസിഷൻ. ശരിയായ വ്യക്തികളെ ശരിയായ സ്ഥാനത്തിരുത്തുക എന്നുള്ളതാണ് സ്റ്റാഫിംഗ് പ്രോസസ്സിന്റെ ലക്ഷ്യമായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ക്വാളിഫിക്കേഷൻസും മറ്റും ഉണ്ടാവും അല്ലെ. ഇപ്പൊ നിങ്ങൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ആ ഒരു കോഴ്സ് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പീരീഡ് കഴിഞ്ഞിട്ട് എന്താണ് നിങ്ങൾ എന്ത് ചെയ്യും? ഹോസ്പിറ്റൽസിൽ അല്ലെ ജോലി ചെയ്യാനായിട്ട് ആരംഭിക്കും. അങ്ങനെ നിങ്ങൾ ഇന്റർവ്യൂസിനും മറ്റൊക്കെ പോകുമ്പോൾ അവരെ നിങ്ങൾ സെർച്ച് ചെയ്യും, ചൂസ് ചെയ്യും, അനലൈസ് ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്? നിങ്ങൾ അവരെ നിയമിക്കുന്നത് അല്ലെ. നിയമിച്ചതിന് ശേഷം എന്താണ് അവർക്കൊരു തോന്നൽ ഉണ്ടാവുകയാണുള്ളില്ല, ശരിയായ വ്യക്തികളെയാണ് ഞങ്ങൾ ശരിയായ സ്ഥാനത്ത് ഇരുത്തിയിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു പ്രോസസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു മാൻ പവർ പ്ലാനിംഗ് ആണ് കേട്ടോ. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഒന്ന് പ്രിന്റ് ഔട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാവുന്ന അണ്ടർലൈൻ ചെയ്ത് വെക്കുക. മാൻ പവർ പ്ലാനിംഗ് ടു ഹാവ് ദ റൈറ്റ് പേഴ്സൺ ഇൻ ദ റൈറ്റ് പൊസിഷൻ. ഓക്കെ, നെക്സ്റ്റ്. Staffing processes consist of identify the type and the amount of nursing care needed by the patient and selecting and appointing personnel the obtainable applicants. അതായത് ഇതെന്ന് പറയുന്നത് ആളുകളെ എന്ത് ചെയ്യാനാണ്? നല്ല രീതിയിലുള്ള, അതായത് നല്ല രീതിയിൽ കെയർ കൊടുക്കുന്ന, നഴ്സിംഗ് പരിചരണം ഉറപ്പുവരുത്തുന്ന ആളുകളെ സെലക്ട് ചെയ്യാനും അതുപോലെ തന്നെ രോഗികൾക്ക് നല്ല രീതിയിലുള്ള കെയർ കൊടുക്കാനും വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇങ്ങനെയുള്ള സ്റ്റാഫുകളെ അവരെന്ത് ചെയ്യുന്നത്? നിയമിക്കുന്നത്. കേട്ടോ? ഓക്കെ, അപ്പൊ ശരിയായ അതുപോലെ രോഗിക്ക് എത്ര തരത്തിലുള്ള അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള നഴ്സിംഗ് പരിചരണമാണോ കൊടുക്കുന്നത്, അതിപ്പോ ഓരോരുത്തരുടെ ടൈപ്പ് അതാണ് പറയുന്നത് കേട്ടോ. തരവും അതുപോലെ തന്നെ എമൗണ്ട്, അളവും നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഓരോ വ്യക്തികൾക്കും ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. രോഗികളുടെ എങ്ങനെയാണോ അവരുടെ കണ്ടീഷൻ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ നഴ്സിംഗ് കെയർ പ്രൊവൈഡ് ചെയ്യുന്നത്. മാത്രമല്ല ഓരോ രോഗികൾക്കും ആവശ്യപ്പെട്ട അല്ലെങ്കിൽ ആവശ്യമുള്ള സർവീസുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോ ഇത് നോക്കിയിട്ടാണ് നമ്മൾ ആളുകൾ എന്ത് ചെയ്യുന്നത്? സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ലഭ്യമാകുന്ന അപേക്ഷകരിൽ നിന്ന് മികച്ച ആളുകളെ തിരഞ്ഞെടുക്കാൻ അല്ലെങ്കിൽ നിയമിക്കാനായിട്ട് നമ്മൾക്ക് ഈ ഒരു സ്റ്റാഫിംഗ് പ്രോസസ്സിലൂടെ നമുക്ക് സാധിക്കും. ഓക്കെ, അപ്പൊ സ്റ്റാഫിംഗ് പ്രോസസ് എന്ന് പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞാല് ശരിയായ ആളുകളെ ശരിയായ സ്ഥാനത്തിരുത്തുക, നല്ല രീതിയിലുള്ള നല്ല കഴിവുറ്റ ആളുകളെ വേണ്ട രീതിയിൽ അവരെ ഉപയോഗിച്ച് ആ ഹോസ്പിറ്റലിന്റെ ഫങ്ഷൻസ് ക്ലിയർ ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് കേട്ടോ. ഓക്കെ, ഇപ്പൊ സ്റ്റാഫിംഗ് അല്ലെങ്കിൽ സ്റ്റാഫിംഗ് പ്രോസസ്സസ് രണ്ടും തമ്മിലുള്ളത് മനസ്സിലായോ? രണ്ട് കാര്യങ്ങളും ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഓക്കെ, ക്ലിയർ ആയി. ഇതൊക്കെ ശരിക്കും നിങ്ങൾ വായിച്ച് മനസ്സിലാക്കണം കേട്ടോ. എങ്ങനെയാണ് ഒരു ഹോസ്പിറ്റലിൽ നിങ്ങളെ സെലക്ട് ചെയ്യുന്നത് എന്നതാണ് ഇതിന്റെ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത്. നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിലും കൂടുതലായിട്ടും ഇവിടെ സ്റ്റാഫിങ്ങും സ്റ്റാഫിംഗ് പ്രോസസ്സും വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് നമ്മളെ ചൂസ് ചെയ്യുന്നത്. ഓക്കെ, Staffing is a logical operation that consists of many independent action. അതുപോലെ തന്നെ നിരവധി സ്വാതന്ത്ര്യ പ്രവർത്തനങ്ങൾ, ഇൻഡിപെൻഡൻസ് ആക്ഷൻ അടങ്ങിയിട്ടുള്ള ലോജിക്കൽ ഓപ്പറേഷൻസ് ഈ ഒരു സ്റ്റാഫിങ്ങില് അടങ്ങിയിട്ടുണ്ട് കേട്ടോ. നിരവധി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ആക്ഷൻസ് എന്തിലുണ്ട്? ഈ ഒരു സ്റ്റാഫിങ്ങില് അടങ്ങിയിട്ടുണ്ട്. അത് രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ ഇൻഡിപെൻഡന്റ് ആക്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. റെക്കഗ്നൈസ് ദ type and amount of nursing care required by the patient. രോഗിക്ക് ആവശ്യമായ നഴ്സിംഗ് പരിചരണത്തിന്റെ തരവും അളവും ഐഡന്റിഫൈ ചെയ്യുക, അതാണ് ആദ്യത്തേത് കേട്ടോ. അപ്പൊ ഇൻഡിപെൻഡന്റ് ആക്ഷനിൽ എന്തൊക്കെയാണ് വരുന്നത്? ഒന്ന്, രോഗിക്ക് എന്താണോ ആവശ്യം അതനുസരിച്ച് ആ ഒരു രോഗിയുടെ ആവശ്യത്തിനനുസരിച്ച് അത്തരത്തിലുള്ള ആ പേഷ്യന്റിന് എന്താണോ വേണ്ടത് ആ കണ്ടീഷൻ അനുസരിച്ചിട്ടുള്ള നഴ്സിംഗ് കെയർ കൊടുക്കുക എന്നുള്ളത് കേട്ടോ. ഓക്കെ, അതാണ് ആദ്യത്തേത്. രണ്ടാമത്തേത്, സെലക്ടിങ് ആൻഡ് അപ്പോയിന്റിങ് എംപ്ലോയീസ് ഫ്രം അവൈലബിൾ ആപ്ലിക്കൻസ്. ലഭ്യമായിട്ടുള്ള ആപ്ലിക്കൻസിൽ നിന്ന് ജീവനക്കാരെ തിരഞ്ഞെടുത്ത് നിയമിക്കുക. ഓക്കെ, ഇപ്പൊ രണ്ട് പ്രധാനപ്പെട്ട ഇൻഡിപെൻഡൻസ് ആക്ഷൻസ് ആണ് വരുന്നത്. ഒന്ന്,
രോഗിക്ക് ആവശ്യത്തിനനുസരിച്ച് എന്ത് ചെയ്യുക, അതായത് രോഗിയുടെ കണ്ടീഷൻ അനുസരിച്ചിട്ടാണെങ്കിലോ അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിന്റെ ബേസ് എങ്ങനെയാണോ നോക്കിയിട്ട് എന്ത് ചെയ്യുക, ആളുകളെ സെലക്ട് ചെയ്യുകയും അവരെ എന്താ പറയാ ആ ഒരു രീതിയിൽ എന്ത് ചെയ്യുക, വളർത്തിയെടുക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ രണ്ടാമത്തേത് ആളുകളെ, അതായത് ലഭ്യമായിട്ടുള്ള നമുക്ക് അപേക്ഷ ആപ്ലിക്കൻസ് ഉണ്ടാവല്ലോ, അതിൽ നിന്ന് മികച്ച ആളുകൾ എന്ത് ചെയ്യണം, നമ്മള് സെലക്ട് ചെയ്യുകയും വേണം. ഓക്കെ, നെക്സ്റ്റ്, എയിം ഓഫ് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ കോൺട്രാക്ട് ഓൺ 3 ബേസിക് എലമെന്റ്സ്. അതായത് അടിസ്ഥാന ഘടകങ്ങളിൽ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ കരാറിന്റെ ലക്ഷ്യം എന്താണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷന്റെ ലക്ഷ്യം എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് ഒരു നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്താണ് അവർ നടപ്പിലാക്കുന്നത്, ഒരു 3 ബേസിക് ആയിട്ടുള്ള എലമെന്റ്സിന്റെ അടിസ്ഥാനമാക്കിയിട്ടാണ് അത് ഇവിടെ പറയുന്നത് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് ഹൈ ക്വാളിറ്റി ഓഫ് നഴ്സിംഗ് കെയർ സർവീസ്. ഓക്കെ, ആദ്യത്തെ തന്നെ നമ്മള് നഴ്സിംഗ് കെയർ സേവനത്തിന്റെ ഉയർന്ന നിലവാരം. എന്തിനു വേണ്ടിയിട്ടാണ് നഴ്സുമാർ വർക്ക് ചെയ്യുന്നത്, രോഗികൾക്ക് നല്ല രീതിയിലുള്ള അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി ഓഫ് കെയർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആര് വർക്ക് ചെയ്യുന്നത്, നഴ്സുമാര് വർക്ക് ചെയ്യുന്നത് അല്ലെ. അപ്പോ നല്ല രീതിയിലുള്ള ഒരു കെയർ കൊടുക്കാന്നുള്ളതാണ് ആദ്യത്തെ ലക്ഷ്യത്തിൽ വരുന്നത് കേട്ടോ. ഹൈ ക്വാളിറ്റി ഓഫ് നഴ്സിംഗ് കെയർ സർവീസ്. രണ്ടാമത്തേത്, a structured but flexible, stimulating environment with job satisfaction as well as chance to develop their knowledge and skill. Okay, അതായത് നഴ്സുമാർക്ക് നല്ല രീതിയിലുള്ള ഒരു അന്തരീക്ഷം നമ്മൾ ഒരുക്കി കൊടുക്കണം. അത് നഴ്സുമാർക്ക് മാത്രമല്ല, നമ്മളിപ്പോ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് നമ്മൾ ജോലി ചെയ്യുന്നതെങ്കിലും അവിടെയുള്ള എൻവയോൺമെന്റ് എന്ന് പറയുന്നത് നമുക്ക് അനുകൂലമായിട്ടായിരിക്കണം ഉണ്ടാവുക, അല്ലെങ്കിൽ നമുക്ക് അവിടെ ജോലി ചെയ്യാനായിട്ട് തോന്നുകയില്ല. പ്രത്യേകിച്ചും ഹോസ്പിറ്റലുകളിൽ അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് എന്ത് കൊടുക്കണം, നമ്മള് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. അത് ഹോസ്പിറ്റൽ ഭരണാധികാരി, അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗത്തിലുള്ളവരുടെ ഡ്യൂട്ടിയാണ് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പൊ ഇങ്ങനെയുള്ള എൻവയോൺമെന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നതിലൂടെ അവർക്ക് അവരുടെ ജോലി സാറ്റിസ്ഫൈഡ് ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഒരു ജോലി സ്ഥലത്ത് ഒരു ഹോസ്പിറ്റലിൽ ജോലിക്കായിട്ട് പോയി എന്ന് വിചാരിക്കുക. അവിടെ നിങ്ങൾക്ക് ആ ഒരു എൻവയോൺമെന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അത്ര എന്താ പറയാ സാറ്റിസ്ഫൈഡ് അല്ല. നിങ്ങൾക്ക് എന്താ പറയാ, നിങ്ങൾക്ക് അവിടെ നല്ല രീതിയിൽ ജോലി ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ ആ ജോലി കണ്ടിന്യൂ ചെയ്യാനായിട്ട് നിങ്ങളെ കൊണ്ട് പറ്റില്ല. ഓക്കെ, അപ്പോ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ചും നമ്മൾ ജോലി ചെയ്യുന്ന ആ ഒരു എൻവയോൺമെന്റ് എന്ന് പറയുന്നത് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന ജോലിക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുള്ളൂ. കൂടാതെ അത് മാത്രമല്ല, നമ്മുടെ നോളജ് അതുപോലെ നമ്മുടെ ടാലന്റ്, ഈ കാര്യങ്ങള് ഡെവലപ്പ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. ഓക്കെ, ഏതൊരു ജോലിയാണെങ്കിലും ആ ജോലിയിൽ നമുക്കൊരു പ്രത്യേക ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, നമ്മുടെ പാഷനാണ് ആ ജോലി എങ്കിൽ ആ ജോലിയിൽ നിങ്ങളുടേതായിട്ടുള്ള അറിവും നിങ്ങളുടേതായിട്ടുള്ള സ്കില്ലും കൂട്ടാനായിട്ട് നിങ്ങൾക്ക് പറ്റണം. അതിന് അവിടുത്തെ എൻവയോൺമെന്റ് നിങ്ങളെ സഹായിക്കണം. അപ്പോൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ്, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സ്റ്റിമുലേറ്റിംഗ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യപ്പെടേണ്ടത് ഹോസ്പിറ്റലിന്റെ ആവശ്യമാണ്. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ പോയിന്റിലോട്ട് പോവാം. എ മാനേജ്മെന്റ് പ്രോസസ്സസ് causing an efficient and effective pattern of nursing care services in most frugal manner. അതായത് മാനേജ്മെന്റ് പ്രോസസ് കാര്യക്ഷമവും അതുപോലെ തന്നെ ഫലപ്രദവുമായ നഴ്സിംഗ് പരിചരണം ഉറപ്പാക്കുന്നു. അതായത് ഞാൻ പറഞ്ഞു, ഒരു പർട്ടിക്കുലർ ആളുകളാണ് ഒരു പർട്ടിക്കുലർ പ്രോസസ്സിലൂടെ ഹോസ്പിറ്റൽസിന്റെ ഓപ്പറേഷൻസ് കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ അവർ ചെയ്യുന്ന മാനേജ്മെന്റ് പ്രോസസ്സ്, അവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്, ആ ഒരു രീതിയിൽ അല്ലെങ്കിൽ അവർക്ക് നല്ല രീതിയിലുള്ള നഴ്സുമാർക്ക് ജോലി ചെയ്യാനുള്ള ഒരു അന്തരീക്ഷവും കൂടാതെ രോഗികൾക്ക് നല്ല രീതിയിലുള്ള കെയറും എന്ത് ചെയ്യുന്നു, പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, 3 പോയിന്റ്സ് ക്ലിയർ ആയോ? ക്ലിയർ ആണോ? ഒന്നും കൂടി പറയണോ? ഒന്നും കൂടി പറയാം.
ആദ്യത്തേതെന്ന് പറഞ്ഞാല് ഹൈ ക്വാളിറ്റി ഓഫ് നഴ്സിംഗ് കെയർ സർവീസ്. ഉയർന്ന രീതിയിലുള്ള നല്ല നിലവാരത്തിലുള്ള ക്വാളിറ്റി ഓഫ് സർവീസ് പ്രൊവൈഡ് ചെയ്യുക. രണ്ടാമത്തെ പോയിന്റ്, നഴ്സുമാർക്ക് ജോലി ചെയ്യാൻ, നഴ്സുമാർക്ക് മാത്രമല്ല ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും ജോലി ചെയ്യാൻ അവിടെയുള്ള എൻവയൺമെന്റ് സഹായിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ. മൂന്നാമത്തേത്, അവിടെയുള്ള മാനേജീരിയൽ, അതായത് മാനേജ്മെന്റ് പ്രോസസ്സ് നല്ല രീതിയിലുള്ള നഴ്സുമാരുടെ സേവനത്തിനും അതുപോലെ തന്നെ രോഗികളുടെ പരിചരണത്തിനും സഹായകമാകുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. ഫ്രുഗൽ മാനർ എന്ന് പറഞ്ഞാല് ശരിയായിട്ടുള്ള മലയാളം മിതവ്യയ രീതി എന്നാണ്. ഓക്കെ, മിതവ്യയ രീതി, അതായത് സേവനങ്ങള് ലളിതമായിട്ടാണ് നടത്തുന്നത്. അതാണ് ഫ്രുഗൽ മാനർ എന്ന് കേട്ടോ. ഓക്കെ, കിട്ടിയോ? ഫ്രുഗൽ മാനർ ലളിതമായിട്ടുള്ള സേവനങ്ങളാണ്, മിതമായ രീതി, ലളിതമായിട്ടുള്ള സേവനങ്ങളാണ് അവിടെ കൊടുക്കുന്നത്. ഓക്കെ, മിതവ്യയ രീതി എന്നാണ് കേട്ടോ കറക്റ്റ് മലയാളം വരിക. നിങ്ങൾ ലളിതമായ രീതിയിൽ കൊടുത്താൽ മതി, എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഇമ്പോർട്ടന്റ് എലമെന്റ്സ് ഓഫ് സ്റ്റാഫിംഗ്, ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് നഴ്സിംഗ് സ്റ്റാഫ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് റീഡ് ചെയ്യാം കേട്ടോ ആദ്യം, അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. ഇമ്പോർട്ടന്റ് എലമെന്റ്സ് ഓഫ് സ്റ്റാഫിംഗ് ഒന്ന് മൈൻഡിലൊന്ന് റീഡ് ചെയ്യാം. ഓക്കെ, ഇമ്പോർട്ടന്റ് എലമെന്റ്സ് ഓഫ് സ്റ്റാഫിംഗ്. സ്റ്റാഫിംഗിന്റെ പ്രധാനപ്പെട്ട എലമെന്റ്സ് എന്തൊക്കെയാണെന്ന് ഒന്ന് നോക്കാൻ പോകുന്നേ. ഫസ്റ്റ് വൺ ഈസ് ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് നഴ്സിംഗ് സ്റ്റാഫ്. ഓക്കെ, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ suitable educational training given to the nursing staff for the kind of service they are being made ready for. Okay, അതായത് ആദ്യത്തേതിൽ പറയുന്നത് നഴ്സിംഗ് സ്റ്റാഫുകളുടെ ഗുണനിലവാരവും അവരുടെ അളവും എന്നാണ് പറയുന്നത്. ക്വാളിറ്റി എന്ന് പറയുന്നത് എന്താണ്? അവരുടെ ഗുണനിലവാരം അല്ലെ. ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എന്താണ്? അളവാണ് അല്ലെ. അപ്പോ ഇങ്ങനെ നഴ്സിംഗ് സ്റ്റാഫിന്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും അതെങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കാം. It depends on the suitable educational training given to the nursing staffs for the kind of service they are being made ready for. സ്റ്റാഫുകളുടെ ഗുണനിലവാരവും ക്വാളിറ്റിയും അതുപോലെ തന്നെ ക്വാണ്ടിറ്റിയും എവിടെ നിന്നാണ് കിട്ടുന്നത്? അത് അവർക്ക് കിട്ടുന്ന എഡ്യൂക്കേഷണൽ ട്രെയിനിങ്ങിന്റെ ഭാഗമാണെന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അവർക്ക് കിട്ടുന്ന വിദ്യാഭ്യാസത്തെ അനുസരിച്ചിട്ടാണ് നഴ്സുമാര് രോഗികൾക്ക് നൽകുന്ന ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും വരുന്നത്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് ജോലി കിട്ടിയെന്ന് വിചാരിക്കാം. നിങ്ങൾ അവിടെ ആദ്യമായിട്ട് ജോലി ചെയ്യാനായിട്ട് ചെല്ലുമ്പോൾ എന്താ ചെയ്യാ? നിങ്ങളുടെ മാക്സിമം അവിടെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലെ. ഓക്കെ, ആദ്യ നാടുകളിലൊക്കെ ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ടൈമും അതുപോലെ തന്നെ നമ്മുടെ മാക്സിമം എഫേർട്ട് നിങ്ങൾ അവിടെ എടുക്കും, ആ ഒരു ജോലി സ്ഥലത്ത് എടുക്കും. എന്നാൽ മാത്രമേ നമുക്ക് അവിടെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെ. അപ്പൊ ഇവിടെ പറയുന്നത് ഇത്, അതായത് ഒരാളുടെ, അത് ആരുടെ തന്നെയാ, ഇവിടെ നഴ്സുമാരെ പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് മാത്രമേ ഉള്ളൂ. ഒരു നഴ്സിന്റെ ക്വാണ്ടിറ്റി അതുപോലെ തന്നെ ക്വാളിറ്റി എന്ന് പറയുന്നത് അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയെ അനുസരിച്ചിട്ടാണ് ഇരിക്കുന്നത്. അവർ ഇത്രയും നാള് അവർ പഠിച്ച കാര്യങ്ങള് എവിടെയാണ് അപ്ലൈ ചെയ്യുന്നത്? അത് ജോലി സ്ഥലത്താണ്
അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. അത് ഏതൊരു ജോലിയാണെങ്കിലും അങ്ങനെ തന്നെയാണ് അല്ലെ. നമ്മുടെ പാഷൻ അനുസരിച്ചിട്ടുള്ള ജോലിയാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ആ ഒരു ജോലി നമ്മള് എന്താ പറയാ പ്രാവർത്തികമാക്കാനായിട്ട് കൊണ്ട് നടക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ നമ്മുടെ മാക്സിമം നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ചെറുപ്പത്തിലേ തുടങ്ങി ഇന്നേ വരെ നമ്മൾക്ക് ഉള്ള അറിവുകൾ നമ്മൾ അവിടെ പ്രയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഒരാളുടെ അല്ലെങ്കിൽ നഴ്സിംഗ് കെയറിന്റെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും അവരുടെ എഡ്യൂക്കേഷണൽ ട്രെയിനിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഓക്കെ, രണ്ടാമത്തേത് യൂട്ടിലൈസേഷൻ. The nursing staff must be allotted work in such a way that the knowledge, skills acquired are best used for the purpose they were imparted or trained. യൂട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, അത് വിനിയോഗം എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, വിനിയോഗം മീൻസ് ഉപയോഗിക്കുന്നത്. അതെങ്ങനെയാണ് വരുന്നത് നോക്കാം. നഴ്സിംഗ് സ്റ്റാഫുകൾക്ക് ജോലി അനുവദിക്കപ്പെടണം. അതായത് നമ്മുടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഏതൊരു വ്യക്തിയാണെങ്കിലും അവർക്ക് നിശ്ചിത ജോലി ഉണ്ടായിരിക്കണം അല്ലെ. ഓരോ ഡ്യൂട്ടിയും എന്തിൽ കൊടുത്തിരിക്കും, അവർക്ക് നമ്മൾ കൊടുത്തിരിക്കും. അതുപോലെ തന്നെ അവര് നേടിയെടുത്ത അറിവുകള് അല്ലെങ്കിൽ അവര് പകർന്ന് അവർക്ക് കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ അവര് ട്രെയിൻ ചെയ്ത അല്ലെങ്കിൽ അവര് എന്ത് ട്രെയിനിങ് ആണോ അവരുടെ ആ ഒരു വിദ്യാഭ്യാസവുമായിട്ട് നേടിയെടുത്തത് അത് അവർക്ക് ആ ഒരു ഹോസ്പിറ്റലില് ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കാനായിട്ട് കഴിയണം. ഓക്കെ, ഇപ്പൊ നിങ്ങൾ പല വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരായിരിക്കാം അല്ലെ. ഓക്കെ, അതിന്റെ കൂട്ടത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു കോഴ്സ് നിങ്ങൾ പഠിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ നിങ്ങൾ ഇതുവരെ പഠിച്ചു വന്ന ആ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെറുപ്പത്തിലേ തുടങ്ങി നിങ്ങളുടെ സ്കൂളിൽ നിന്നുള്ള അറിവ് മാത്രമല്ല, നിങ്ങൾക്ക് പുറത്ത് സൊസൈറ്റിയുമായിട്ട് നിങ്ങൾ മിങ്കിൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന അറിവുകൾ ഉണ്ടല്ലോ, അതും അതുപോലെ തന്നെ നമ്മൾ തിയറിറ്റിക്കൽ ആയിട്ട് പഠിക്കുന്ന കാര്യങ്ങളും നിങ്ങൾ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലില് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റിയിരിക്കണം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോ ഇമ്പോർട്ടന്റ് എലമെന്റ്സ് ഓഫ് സ്റ്റാഫിംഗിൽ ഒന്ന് വരുന്നത് ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് നഴ്സിംഗ് സ്റ്റാഫ് ആണ്. രണ്ടാമത്തേത് വരുന്നത് യൂട്ടിലൈസേഷൻ ആണ്. ഓക്കെ, രണ്ടും ക്ലിയർ ആയോ നിങ്ങൾക്ക്? എന്താണ് യൂട്ടിലൈസേഷൻ, എന്താണ് ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് സ്റ്റാഫിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിലായല്ലേ? ഓക്കെ, നെക്സ്റ്റ് സിസ്റ്റം ഓഫ് സ്റ്റാഫിംഗ്. Recognize the nursing care hours needed to care for a patient for a day or for a shift. Staffing relies on a capacity of hospital, standards provided, number of beds and different treatment services. In anticipating nursing workload, a manager must calculate not only the total number of patients to be cared for, but also the proportion in each category: self-care, minimal care, full care, intensive care, because care needs differ from category to another. ഓക്കെ, അതായത് നമ്മൾക്ക് ഇവിടെ ചെയ്യേണ്ടത് സിസ്റ്റം ഓഫ് സ്റ്റാഫിംഗിൽ ആദ്യമായിട്ട് വരുന്നത് നമ്മള് നഴ്സുമാരുടെ സമയം എത്രയാണെന്ന് തിരിച്ചറിയണം. ഓക്കെ, അതായത് ഓരോ രോഗികൾക്കും എന്താണ് പ്രത്യേകമായിട്ടുള്ള കെയറും കാര്യങ്ങളുമാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലെ. പ്രത്യേകം വിഭാഗങ്ങൾക്ക് പ്രത്യേകം കെയറുകളാണ് കൊടുക്കുന്നത്. അപ്പൊ നഴ്സുമാര് ഒരു ഹോസ്പിറ്റലില് എത്ര സമയമാണ് ചെലവഴിക്കേണ്ടതെന്ന് എന്ത് ചെയ്യണം, നമ്മള് ആദ്യം തിരിച്ചറിയണം. ഓക്കെ, അവരുടെ ആ ഒരു ക്വാണ്ടിറ്റി ടൈം എത്രയാണ് അവർ ഉപയോഗിക്കേണ്ട ആ ഒരു ടൈം എന്ന് നമ്മള് ആദ്യം തിരിച്ചറിയണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ കാര്യങ്ങള്, അതായത് ഒരു നഴ്സ് ജോലി ചെയ്യേണ്ടത്, അതായത് ഇത്ര ചിലപ്പോൾ ഷിഫ്റ്റുകളിൽ പല ഷിഫ്റ്റുകൾ ഉണ്ടാവുമല്ലോ ഹോസ്പിറ്റലാകുമ്പോൾ, പ്രത്യേകിച്ച് 3 ഷിഫ്റ്റുകളൊക്കെ ഉണ്ടാകും. അങ്ങനെയുള്ള ആ സമയത്ത് അവർ എത്ര സമയമാണ് ജോലി ചെയ്യേണ്ടതെന്ന് ആദ്യം തീരുമാനിക്കണം. അതിനുശേഷം ഇതെങ്ങനെയാണ് സ്റ്റാഫിംഗ് റിലേസ് ഓൺ എ കപ്പാസിറ്റി ഓഫ് ഹോസ്പിറ്റൽ, അതായത് ഓരോ നഴ്സുമാരും ജോലി ചെയ്യേണ്ടത് ഓരോ കാര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ടാണ്. അതിനകത്ത് ആദ്യം വരുന്നത് കപ്പാസിറ്റി ഓഫ് ഹോസ്പിറ്റൽ ആണ്. അതായത് ഹോസ്പിറ്റലിന്റെ കപ്പാസിറ്റി നമ്മൾ നോക്കും. ഓക്കെ, ഒരു ഹോസ്പിറ്റലിൽ കുറെ രോഗികൾ ഉണ്ടാകും. അപ്പോ അവിടെയുള്ള നഴ്സുമാര് കൊടുക്കേണ്ട കെയർ എന്ന് പറയുന്നത് കൂടുതലായിരിക്കും അല്ലെ.
ചില ഹോസ്പിറ്റലിലാണെങ്കിൽ കുറവ് രോഗികളെ ഉണ്ടാവുള്ളൂ. അപ്പൊ അവിടെ കൊടുക്കേണ്ട ആ ഒരു കെയർ എന്ന് പറയുന്നത് കുറവായിരിക്കും. അപ്പൊ നഴ്സുമാരുടെ ആ ഒരു ടൈം സ്പെൻഡിങ് വരുന്നത് ഓരോരുത്തരുടെ അല്ലെങ്കിൽ എന്താ പറയാ കപ്പാസിറ്റി ഓഫ് ഹോസ്പിറ്റലിനെ അനുസരിച്ചിട്ടാണ് ആദ്യം വരുന്നത്. രണ്ടാമത്തേത് സ്റ്റാൻഡേർഡ്സ് പ്രൊവൈഡഡ്. ഓരോ ഹോസ്പിറ്റൽസും വ്യത്യസ്ത രീതിയിലുള്ള നിലവാരങ്ങൾ അല്ലെ സ്റ്റാൻഡേർഡ്സ് ആയിരിക്കും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക അല്ലെ. ചില ഹോസ്പിറ്റലിൽ ഹൈ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നുണ്ടാവും, ചില ഹോസ്പിറ്റലിൽ ലോ സ്റ്റാൻഡേർഡ് ആയിരുന്നു കീപ്പ് ചെയ്യുന്നത്. അപ്പൊ ഹൈ സ്റ്റാൻഡേർഡുള്ള ഹോസ്പിറ്റലുകളാണെങ്കിൽ എന്താണ് നമ്മൾ കുറച്ചുകൂടി എന്ത് ചെയ്യണം, എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം അല്ലെ. കുറച്ചും കൂടി താഴ്ന്നതാണെങ്കിൽ എന്താണ് നമ്മൾക്ക് എന്താണ് ഭയങ്കരമായിട്ടുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അവിടെ ഉണ്ടായിരിക്കില്ല. അപ്പൊ അത്രയും എന്താണ് ജോലി ഭാരം നമുക്ക് കുറയുള്ളൂ. അപ്പൊ ഭയങ്കര വെൽ സ്റ്റാൻഡേർഡ് ഉള്ള ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ നമുക്ക് സ്ട്രിക്റ്റ് ആയിട്ടുള്ള പോളിസികളും അല്ലെങ്കിൽ എന്താ റെഗുലേഷൻസ് ഒക്കെ അവിടെ ഉണ്ടാകും. അതിനനുസരിച്ചായിരിക്കണം നമ്മൾ അവിടെ ജോലി ചെയ്യേണ്ടത്. ഓക്കെ, അതുപോലെ തന്നെ നമ്പർ ഓഫ് ബെഡ്സ് മൂന്നാമത് വരുന്നതാണ് കേട്ടോ. അപ്പൊ ഞാനിപ്പോ പറഞ്ഞത് കപ്പാസിറ്റി ഓഫ് ഹോസ്പിറ്റൽ പറഞ്ഞു, സ്റ്റാൻഡേർഡ്സ് പ്രൊവൈഡഡ് പറഞ്ഞു, നമ്പർ ഓഫ് ബെഡ്സിന്റെ കാര്യം പറഞ്ഞു. നമ്പർ ഓഫ് ബെഡ്സ് എന്ന് പറയുന്നത് കിടക്കകളുടെ എണ്ണം. ഓക്കെ, കൂടുതൽ കിടക്കകളുള്ള ഹോസ്പിറ്റലുകളാണെങ്കിൽ കൂടുതൽ രോഗികൾ ഉണ്ടാകും. കുറവ് കിടക്കകളാണ് ഉള്ളതെങ്കിൽ കുറവ് രോഗികളെ ഉണ്ടാവുള്ളൂ. അപ്പൊ അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്താൽ മതി, നമ്മള് കെയർ കൊടുത്താൽ മതി. ഇപ്പൊ കൂടുതൽ രോഗികളുള്ള സ്ഥലമാണെങ്കിൽ നമ്മൾ എന്താണ് നല്ല എഫേർട്ട് എടുക്കണ്ടേ, നല്ല രീതിയിലുള്ള കെയർ നമ്മൾ കൊടുക്കണം. ഇനി കുറവ് രോഗികളാണ് ഉള്ളതെങ്കിൽ അത്രയും എഫേർട്ട് നമ്മൾ കുറച്ച് എടുത്താൽ മതി. ഓക്കെ, അതുപോലെ തന്നെ അടുത്തത് പറയുന്നത് ഡിഫറെന്റ് ട്രീറ്റ്മെന്റ് സർവീസ്. ഓരോ ഹോസ്പിറ്റലും നൽകുന്ന സർവീസുകൾ എന്ന് പറയുന്നത് വ്യത്യസ്തമാണ് അല്ലെ. ഇപ്പൊ ഞാൻ ആദ്യത്തെ ഒരു ക്ലാസിഫിക്കേഷന്റെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആയുർവേദ മരുന്നുകൾ കൊടുക്കുന്ന ഹോസ്പിറ്റല് ആയുർവേദ ഹോസ്പിറ്റൽ എന്നാണ് അറിയപ്പെടുക. ഓക്കെ, അവിടെ കൊടുക്കുന്നത് അലോപ്പത്തിക് മരുന്നുകളെക്കാളും ഡിഫറെന്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ആയുർവേദിക് ഹോസ്പിറ്റലിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അവിടെയുള്ള നഴ്സിംഗ് പരിചരണം എന്ന് പറയുന്നത് വേറെ തന്നെയാണ് അല്ലെ. അലോപ്പത്തിക് ഹോസ്പിറ്റലിനേക്കാളും ഡിഫറെന്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് സർവീസ് ആണ് ഇവിടെ കൊടുക്കുന്നത്, ആയുർവേദ ഹോസ്പിറ്റലിൽ കൊടുക്കുന്നത്. അപ്പൊ ഓരോ കാര്യങ്ങളെ ആശ്രയിച്ചിട്ടാണ് നമ്മൾ നഴ്സിംഗ് കെയർ എന്ത് ചെയ്യുക, ഉറപ്പുവരുത്തുക കേട്ടോ. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നമ്മൾ നോക്കേണ്ടത് നഴ്സുമാർ എത്ര ടൈമാണ് അവിടെ സ്പെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർക്ക് എത്ര ടൈമാണ് അലോ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നീട് നോക്കുന്നത് അവരുടെ എങ്ങനെയാണ് അവരുടെ വർക്ക് ചെയ്യുന്നത്, എന്തിനൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് അവരുടെ ആ ഒരു ടൈം പോകുന്നത്. അതിനകത്ത് ആദ്യത്തേത് വരുന്നത് കപ്പാസിറ്റി ഓഫ് ഹോസ്പിറ്റൽ ആണ്. ഓക്കെ, ഓരോ ഹോസ്പിറ്റലിന്റെ കപ്പാസിറ്റി അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഓരോ കെയർ എന്ത് ചെയ്യുന്നു, വ്യത്യാസപ്പെട്ടിരിക്കുന്നു. രണ്ടാമത് വരുന്നത് സ്റ്റാൻഡേർഡ്സ് പ്രൊസീജിയർ, ഗുണനിലവാരം. അതായത് ഓരോ ഹോസ്പിറ്റലിലും ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് ആണ് ഉണ്ടാവുക. മൂന്നാമത് നമ്പർ ഓഫ് ബെഡ്സ്, അതായത് കിടക്കകളുടെ എണ്ണത്തിന്റെ രീതിയിൽ എന്ത് ചെയ്തിരിക്കുന്നു, ഇത് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. നാലാമത്തേത് ഡിഫറെന്റ് ട്രീറ്റ്മെന്റ് സർവീസ്. ഓക്കെ, അതായത് പലതരത്തിലുള്ള ചികിത്സ. അതായത് ഇപ്പൊ ആയുർവേദ മരുന്നുകൾ കൊടുക്കുന്ന ഹോസ്പിറ്റലില് വേറൊരു കെയർ ആയിരിക്കും വേണ്ടി വരിക, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടായിരിക്കും അലോപ്പത്തിക് മരുന്ന് കൊടുക്കുന്ന ആ ഒരു ഇതിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയോ? ഇത്രയും ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ, അടുത്ത് പറഞ്ഞോട്ടെ എന്നാ. ഓക്കെ, in anticipating nursing workload, a manager must calculate not only the total number of patients to be cared for, but also the proportion in each category: self-care, minimal care, full care, intensive care, because care needs differ from category to another. Okay, അതായത് ഓരോ ആളുകളും ഇപ്പോ ഞാൻ പറഞ്ഞു, ഇപ്പോ നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റ്, അതുപോലെ തന്നെ നമ്മുടെ ഒരു ഹോസ്പിറ്റലിൽ നോക്കുകയാണെങ്കിൽ പല പല ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട്. അതിന്റെ ഹെഡ് ആയിട്ടാണ്, അതിപ്പോ ഹെഡ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ മാനേജർ എന്ന് പറയാം അയാളെ, അല്ലെങ്കിൽ സൂപ്പർവൈസർ എന്നൊക്കെ വിളിക്കാം. ഇയാളാണ് എന്ത് ചെയ്യുന്നത്, അവിടെ ജോലി ചെയ്യുന്ന സ്റ്റാഫുകളുടെ ആ ഒരു കാൽക്കുലേഷൻ ടൈം, അല്ലെങ്കിൽ അവരെന്തൊക്കെ ഡ്യൂട്ടിയാണ് ചെയ്യേണ്ടതെന്നൊക്കെ തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പോ ഒരു നഴ്സിംഗ് കെയർ എന്ന് പറയുമ്പോൾ ആ ഒരു ഹോസ്പിറ്റലിലെ മുഴുവൻ രോഗികളുടെ എണ്ണം എടുത്തിട്ടല്ല എന്ത് ചെയ്യുന്നത്, നഴ്സിംഗ് കെയർ കൊടുക്കുന്നത്. പല രീതിയിലുള്ള പ്രപ്പോർഷൻസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് എന്ത് കൊടുക്കുന്നത്, നമ്മള് നഴ്സിംഗ് കെയർ കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ഹോസ്പിറ്റലില് ഒരു ICUയില് വർക്ക് ചെയ്യുന്ന നഴ്സിംഗിന്റെ അതേ എണ്ണമായിരിക്കില്ല ജനറൽ വാർഡില്
വർക്ക് ചെയ്യുന്ന നഴ്സിന്റെ എണ്ണം എന്ന് പറയുന്നത്. ഒരു ജനറൽ വാർഡില് 5 രോഗികൾക്ക് ഒരു നഴ്സ് എന്ന റേഷ്യോയിലാണ് പോകുന്നതെങ്കിൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഐസിയുലെ റേഷ്യോ വരിക. ഐസിയുല് വരുമ്പോൾ ഒരു രോഗിക്ക് ഒരു നഴ്സ് എന്ന റേഷ്യോ ആണ് ഉണ്ടാവുക. ഓക്കെ, അതായത് ഓരോരോ കാറ്റഗറി അനുസരിച്ച് നമുക്ക് നഴ്സിംഗ് കെയറിനെ എന്ത് ചെയ്യാം, നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഞാൻ പറഞ്ഞു ജനറൽ വാർഡില് 5:1 എന്ന രീതിയിലാണ് രോഗികളും നഴ്സും തമ്മിലുള്ള പ്രപ്പോർഷൻ എങ്കിൽ അത് നേരെ ഐസിയുലേക്ക് വരുമ്പോൾ 1:1 എന്ന പ്രപ്പോർഷനിലായിരിക്കും ഉണ്ടായിരിക്കുക. ഇപ്പൊ രോഗിയുടെ കണ്ടീഷൻ അനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ അവസ്ഥ അനുസരിച്ചിട്ടാണ് നമ്മൾ നഴ്സിംഗ് കെയർ എന്ത് ചെയ്യുന്നത്, ആളുകൾക്ക് അല്ലെങ്കിൽ രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ഓരോ കാറ്റഗറി അനുസരിച്ചിരിക്കും. അത് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ സെൽഫ് കെയർ ആദ്യം പറയുന്നത് എന്താണ്, സെൽഫ് കെയർ അല്ലെ, അതായത് ചില രോഗികൾക്ക് തനിയെ എന്ത് ചെയ്യാൻ പറ്റും, കുറെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. അവർക്ക് അധികം നഴ്സുമാരെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരില്ല. ഓക്കെ, ജസ്റ്റ് എന്താ പറയുക, മരുന്നൊന്ന് എന്താ പറയാ മെഡിക്കേഷന്റെ ഒന്ന് കൊണ്ടു കൊടുക്കാനോ അല്ലെങ്കിൽ എന്താ പറയാ ജസ്റ്റ് ഡോക്ടർ വരുന്നത് എപ്പോഴാണെന്നൊന്ന് കറക്റ്റ് ആയിട്ട് രോഗികളോട് പറയാനൊക്കെ ആയിരിക്കും അവിടെ നഴ്സിംഗ് കെയറിന്റെ ആവശ്യം ആ രോഗിക്ക് വരിക. ഓക്കെ, രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് മിനിമൽ കെയർ ആണ്. ഓക്കെ, അതായത് കുറച്ച് എന്താണ് നഴ്സുമാരുടെ ആവശ്യം അവർക്ക് ഉണ്ടാവും. ചിലപ്പോൾ 3 നേരം ടാബ്ലറ്റ് കൊടുത്ത് എന്താ പറയാ ടാബ്ലറ്റ് കൊണ്ടുപോയി കൊടുക്കേണ്ട ആവശ്യം അവിടെ ആ രോഗിക്ക് വന്നേക്കാം. അപ്പൊ അവർക്ക് കുറച്ചുകൂടി കൂടുതലായിട്ടുള്ള കെയർ കിട്ടണം. ഇനി മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഫുൾ കെയർ ആണ്. ഫുൾ കെയർ എന്ന് പറയുമ്പോൾ ആ രോഗിയുടെ എന്താ പറയാ എല്ലാ കാര്യങ്ങളും, അയാളുടെ ഫുഡ് വരുന്നത്, അതുപോലെ തന്നെ മെഡിക്കേഷൻ, പിന്നെ അയാളുടെ ട്രീറ്റ്മെന്റ്, എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം, നഴ്സുമാര് കെയർ ചെയ്യണം. അല്ലെങ്കിൽ ഒരു നഴ്സ് എന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും രോഗിയുടേതായിട്ടുള്ള കെയർ ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള ഒരു കാറ്റഗറി ഉണ്ട്. അടുത്തത് ഇന്റൻസീവ് കെയർ ആണ്. ഇന്റൻസീവ് കെയർ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു അല്ലെ, ഐസിയുലെ പ്രപ്പോർഷൻ എന്ന് പറയുന്നത് 1:1 ആണ്. ഒരു രോഗിക്ക് ഒരു നഴ്സ് എന്ന പ്രപ്പോർഷൻ ആണ് ഐസിയുലുള്ളത്. അപ്പൊ ഐസിയുലോട്ട് വരുമ്പോൾ എന്താണ്, ഈ ഒരു ഇന്റൻസീവ് കെയർ ആവുമ്പോൾ എല്ലാ കാര്യങ്ങളും, അതായത് രോഗിയുടെ അടുത്ത് നമ്മൾ മാറാതെ എന്ത് ചെയ്യണം, അവിടെ തന്നെ നമ്മൾ നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥ. ഇങ്ങനെ പല രീതിയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നഴ്സിംഗ് കെയർ കാറ്റഗറി ചെയ്തിട്ടുള്ളത്. ഓരോ പേഷ്യൻസിന്റെയും എന്താ പറയാ കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനെ തരം തിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ഓക്കെ, ഞാനൊന്ന് വീഡിയോ ഓൺ ചെയ്യാം. ഞാൻ ഇതുവരെ എടുക്കുന്നുള്ളൂ. ഇപ്പോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, ഞാൻ മൈക്ക് ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം. സെൽഫ് കെയർ മോളെ, അതായത് നമ്മൾക്ക് എന്താ പറയാ, ഇപ്പോ ആ ഒരു സെൽഫ് കെയർ വേണ്ട രോഗി കിടക്കുന്ന ഒരു വാർഡില് ചിലപ്പോ ആ ഒരു സിസ്റ്റർ നഴ്സ് ചിലപ്പോ ഒരു പ്രാവശ്യമൊക്കെ വരുന്നുണ്ടാവുള്ളൂ. ചിലപ്പോ ഡോക്ടർ റൗണ്ട്സിന് വരും എന്ന് പറയാനായിരിക്കും വരിക. അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്തെങ്കിലും മെഡിക്കേഷൻസ് ഒക്കെ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിട്ട് അത് കൊണ്ടു കൊടുക്കാനായിരിക്കും വരിക. ആ രോഗിക്ക് പൂർണ്ണമായിട്ടും അവനവന്റേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. മറ്റുള്ളവരെ അധികം ആശ്രയിക്കേണ്ടതായിട്ട് വരുന്നില്ല. ഓക്കെ, നഴ്സിംഗ് പരിചരണം ആവശ്യമില്ലെന്ന് തന്നെ പറയാം. ഓക്കെ, രോഗി തന്നെയാണ്, പക്ഷെ നഴ്സിംഗ് കെയർ അധികമായിട്ട് എന്ത് ചെയ്യുന്നില്ല, ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതാണ് സെൽഫ് കെയർ കേട്ടോ. ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് ചോദിച്ചോളൂ കേട്ടോ. നിങ്ങൾക്ക് ചോദിക്കാനുള്ള സമയമാണ്. ഞാൻ മൈക്ക് ഓൺ ചെയ്തിട്ടുണ്ട്. കമന്റ് ചെയ്യണ്ട, ചോദിച്ചോളൂ, ഡയറക്റ്റ് ചോദിച്ചോളൂ. സ്റ്റാഫിംഗ് പ്രോസസ്സോ? സ്റ്റാഫിംഗ് പ്രോസസ് എന്ന് പറഞ്ഞാല് ആളുകളെ, അതായത് റിക്രൂട്ട് ചെയ്യുന്നതാണ്. ഇപ്പൊ നമ്മള് ഇപ്പോ മോള് തന്നെ ഒന്ന് വിചാരിച്ചു, ജയലക്ഷ്മി തന്നെ ഒന്ന് വിചാരിക്കുക, ജയലക്ഷ്മി കോഴ്സ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരിടത്ത് പോവാണ്. ഓക്കെ, അതായത് കുറെ സ്ഥലത്ത് ആപ്ലിക്കേഷൻ ഒക്കെ കൊടുത്തു, ഹോസ്പിറ്റലിൽ ആപ്ലിക്കേഷൻ ഒക്കെ കൊടുത്തു. അപ്പൊ മോള് എന്ത് ചെയ്യാണ്, ഒരു ആപ്ലിക്കേഷൻ ഒരു ഹോസ്പിറ്റലിൽ കൊടുത്തിട്ട് അവര് മോളെ ഡയറക്റ്റ് വിളിക്കുകയാണ്. ഓക്കെ, ഒരു പത്രക്കെട്ടിൽ കണ്ടിട്ടാണ് മോള് ഇങ്ങനെ ഈ ഒരു ഇത് കണ്ടത്, ഹോസ്പിറ്റലിൽ നിന്ന് ഒരു വേക്കൻസി ഉണ്ട്, അതിന് അപ്ലൈ ചെയ്യാമെന്ന് മോള് കണ്ടത്. ഓക്കെ, അതനുസരിച്ച് എന്ത് ചെയ്തു, മോള് അവിടെ ആപ്ലിക്കേഷൻ കൊടുത്തു. അവര് മോളെ ഇന്റർവ്യൂവിന് വിളിച്ചു, മോളെ സെലക്ട് ചെയ്തു, മോളുടെ കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ചു, മോളെ അവിടെ നിയമിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നിയമിച്ചതിന് ശേഷം
അതിലൂടെ അവര് മോളുമായിട്ട് നല്ലൊരു റിലേഷൻ സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനെയാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇതാണ് സ്റ്റാഫിംഗ്. സിസ്റ്റം ഓഫ് സ്റ്റാഫിംഗ്. സിസ്റ്റം ഓഫ് സ്റ്റാഫിംഗ് എന്താണെന്ന് പറയാം. ഓക്കെ. സിസ്റ്റം ഓഫ് സ്റ്റാഫിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു നഴ്സ് എന്ന രീതിയിൽ എത്ര നേരം ഒരു നഴ്സ് എന്ന രീതിയിൽ അവിടെ ജോലി ചെയ്യണം, അതിന് എന്തിനൊക്കെ ആശ്രയിച്ചാണ് അവരുടെ ജോലി വരുന്നതെന്നാണ് ഇവിടെ പറയുന്നത്. അത് കപ്പാസിറ്റി ഓഫ് ഹോസ്പിറ്റലിലെ കപ്പാസിറ്റി അനുസരിച്ച്, അതുപോലെ തന്നെ അവിടെയുള്ള സ്റ്റാൻഡേർഡ്സ് അനുസരിച്ച്, നമ്പർ ഓഫ് ബെഡ്സ് അനുസരിച്ച്, ട്രീറ്റ്മെന്റ് അനുസരിച്ചിട്ടൊക്കെയാണ് ആളുകളുടെ സമയം സ്ഥിരീകരിച്ചിരിക്കുന്നത്. മീൻസ് അവിടെ കെയർ കൊടുക്കുന്ന ആളുകളുടെ സമയം ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. അതുപോലെ തന്നെ ഓരോ പേഷ്യന്റിനും വേണ്ട നഴ്സിംഗ് കെയർ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. ചില ആളുകൾക്ക് എല്ലാ കാര്യങ്ങളും ചില രോഗികൾക്ക് എല്ലാ കാര്യങ്ങളും സ്വയമേ ചെയ്യാനായിട്ട് സാധിക്കും. അവർക്ക് അത്രയധികം കെയർ വേണ്ടി വരില്ല. ഓക്കെ. ഇനി ചില ആളുകൾക്ക് കുറച്ച് സഹായം വേണ്ടി വരും. മീൻസ് എന്താ പറയാ, ഇപ്പോ മരുന്നുകളൊക്കെ കൊണ്ടു കൊടുക്കാനായിട്ട് ഇപ്പൊ ബൈസ്റ്റാൻഡേഴ്സ് ഒക്കെ ഉണ്ടാവാത്ത ഒരു സ്ഥിതിയൊക്കെ ഉണ്ടല്ലോ ഹോസ്പിറ്റലുകളിൽ ചില രോഗികൾക്കാണെങ്കിൽ. അപ്പൊ അങ്ങനെയുള്ള രോഗികൾക്കൊക്കെ ആണെങ്കിൽ നഴ്സുമാർ തന്നെ എന്താണ് 3 നേരം എന്ത് ചെയ്യും, മെഡിക്കേഷൻസ് ഒക്കെ കൊണ്ടു കൊടുക്കില്ലേ. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് മിനിമൽ കെയർ വേണ്ടി വരും. ഇനി ഫുൾ കെയർ എന്ന് പറഞ്ഞാല് അവരുടേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ഭക്ഷണം ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്ന നഴ്സുമാര്. ഓക്കെ. അവരെയാണ് ഫുൾ കെയർ നഴ്സുമാരായിട്ട് നമ്മൾ കാണുന്നത്. ഇനി ഇന്റൻസീവ് കെയർ നഴ്സുമാർ എന്ന് പറയുന്നത് ഒരു ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ കിടക്കുന്ന രോഗിയെ അവിടെ നിന്ന് മാറാതെ ശുശ്രൂഷിക്കുന്ന നഴ്സുമാരാണ് എന്ത് ഇന്റൻസീവ് കെയറിൽ വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ രോഗികളുടെ കണ്ടീഷൻ അനുസരിച്ചിട്ട് എന്ത് ചെയ്യാം, നഴ്സിംഗ് പരിചരണവും വ്യത്യസ്തപ്പെടാമെന്നാണ് സിസ്റ്റം ഓഫ് സ്റ്റാഫിംഗില് പറയുന്നത്. ക്ലിയർ ആണോ? ഒരു ഡൗട്ട് മാം. സ്റ്റാഫിംഗ് എന്ന് പറയുമ്പോൾ മാം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ റിക്രൂട്ട്മെന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഒരാളെ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് കേൾക്കുന്നില്ല, സൗണ്ട് ഇല്ല കേട്ടോ. കേൾക്കുന്നുണ്ടോ മാം? ഒന്നുകൂടി ഒന്ന് ലൗഡിൽ ഒന്ന് സംസാരിക്കും. ഓക്കെ മാം. സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞതേ ഒരു അപ്ലിക്കന്റ് റിക്രൂട്ടിംഗ് ആണെന്ന് പറഞ്ഞല്ലോ. ഒരു അപ്ലിക്കന്റ് ആപ്ലിക്കേഷൻ കൊടുത്ത് സെർച്ച് ചെയ്ത് ചൂസ് ചെയ്ത് അനലൈസ് ചെയ്ത് അപ്പോയിന്റ്മെന്റ് ചെയ്ത് അവരെ നല്ല രീതിയിൽ റിലേഷൻഷിപ്പിൽ അവരുടെ അടുത്ത് നല്ല രീതിയിൽ റിലേഷൻഷിപ്പ് ആണ് എന്നാണല്ലോ മാം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ സ്റ്റാഫിംഗ് പ്രോസസ് എന്ന് പറയുന്നത് അവരെ റൈറ്റ് പേഴ്സണെ റൈറ്റ് പൊസിഷനിൽ ചൂസ് ചെയ്യുന്നതാണോ? ഐ മീൻസ് അവിടെയാണ് ഇരുത്തിയിരിക്കുന്നത് എന്ന് അവര് അനലൈസ് ചെയ്യുന്നതാണോ? നമ്മളെ കേൾക്കുന്നില്ല, ഒട്ടും ക്ലിയർ ആവുന്നില്ല. എനിക്ക് സൗണ്ട് ഇതാവുന്നില്ല കേട്ടോ, കേൾക്കാൻ പറ്റുന്നില്ല. കുറച്ചും കൂടി ഒന്ന് ഒച്ചത്തിൽ സംസാരിച്ചാൽ കേൾക്കാൻ പറ്റും. ഓക്കെ. കേൾക്കാൻ പറ്റുന്നില്ല, ഒന്ന് കമന്റ് ചെയ്യട്ടോ. പ്രോസസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരിയായ വ്യക്തികളെ ശരിയായ സ്ഥാനത്ത് കൊണ്ടുവരിക എന്നതാണോ എന്നാണ് അവർ ചോദിച്ചത്. സ്റ്റാഫിംഗ് പ്രോസസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരിയായ വ്യക്തികളെ ശരിയായ സ്ഥാനത്ത് സെലക്ട് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. സ്റ്റാഫിങ്ങിന്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്സാണ് ബാക്കിയുള്ളത് സ്റ്റാഫിംഗ് പ്രോസസ് എന്ന് പറയുന്നത്. നമ്മൾ സ്റ്റാഫിംഗ് രണ്ടും ഒന്നാണ്, കണ്ടിന്യൂസ് ആയിട്ട് വരുന്നതാണ് കേട്ടോ. സ്റ്റാഫിംഗ് പ്രോസസ്സും ഏകദേശം ഒന്ന് തന്നെയാണ്. ഓക്കെ. കേട്ടോ, ആളുകളെ സെലക്ട് ചെയ്യുന്നതും അവരെ ശരിയായ സ്ഥാനത്ത് കൊണ്ടുവരുന്നതൊക്കെ എന്താണ് ഇതിനകത്ത് പെടുന്നതാണ്. ഇതൊക്കെ ചെയ്യുന്നത് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്. അവരുടെ ഫങ്ഷൻസ് ആണ് സ്റ്റാഫിംഗും സ്റ്റാഫിംഗ് പ്രോസസ്സും. ഓക്കെ. അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു ഡെഫിനേഷൻ നിങ്ങൾ നോക്കി വെക്കുക. അതുകൂടെ സ്റ്റാഫിംഗും സ്റ്റാഫിംഗ് പ്രോസസ്സും എന്ത് ചെയ്യുക, നോക്കി വെക്കുക. ഓക്കെ. ഇനി ഡൗട്ട് ഉണ്ടോ എന്തെങ്കിലും? നന്നായിട്ട് വായിക്കാം കേട്ടോ, വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും കേട്ടോ. ഓക്കെ മാം. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? മാഡം, എയിം ഓഫ് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ 3 പോയിന്റ് ഇല്ലേ, അതൊന്ന് റിവൈൻഡ് ചെയ്ത് തരുമോ? ഏതാണ് എയിം ഓഫ് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ 3 പോയിന്റ് 3 ബേസിക് എലമെന്റ്സ്.
ഒന്ന് കമന്റ് ചെയ്തേ അത് മ്യൂട്ട് ചെയ്താൽ മതി പറയാം. Aim of basic elements administration contract on three basic elements. എയിമോ അതെ ബേസിക് എലമെന്റ്സ്. ആദ്യത്തേത്, അതായത് നമ്മളിപ്പോ സ്റ്റാഫിങ്ങിന്റെ കാര്യമാണല്ലോ പറഞ്ഞു വരുന്നത്. അത് സ്റ്റാഫിംഗ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താണ് അവർ ആ ഒരു സ്റ്റാഫിംഗ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നതിന്റെ എയിമാണ് പറയുന്നത് കേട്ടോ. ഒന്ന്, ഹൈ ക്വാളിറ്റി ഓഫ് നഴ്സിംഗ് കെയർ സർവീസ്. നല്ല രീതിയിലുള്ള ഒരു ഉയർന്നൊരു നിലവാരം അല്ലെങ്കിൽ ഉയർന്ന നിലവാരത്തിലുള്ള ഒരു സർവീസ് എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ. രണ്ടാമത്തേത്, ജോലിക്കാർക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഫ്ലെക്സിബിൾ എൻവയോൺമെന്റ് എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ. ആ ഒരു എൻവയോൺമെന്റിലൂടെ മാത്രമേ നമുക്ക് ജോലിക്കാർക്ക് ആവശ്യമായിട്ടുള്ള ഒരു അവരുടെ ആയിട്ടുള്ള കഴിവും അല്ലെങ്കിൽ ഒരു ടാലന്റും ഇവിടെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ. അതുപോലെ തന്നെ ഇവിടെ പറയുന്നുണ്ട്, ഇങ്ങനെയുള്ള ഒരു മാനേജ്മെന്റ് പ്രോസസ്സിലൂടെ മാത്രമാണ് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു നഴ്സിംഗ് കെയർ രോഗികൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതും ലളിതമായിട്ടുള്ള രീതിയിലൂടെ. അത്രയും കാര്യങ്ങളാണ് എങ്കിൽ വരുന്നത്. ക്ലിയർ ആണോ? ഓക്കെ. നന്നായിട്ട് വായിച്ചു പോവാ കേട്ടോ. ഓപ്പറേഷൻ തിയേറ്ററിന്റെ ബാക്കി ഭാഗം ഞാൻ അടുത്ത ക്ലാസ്സിൽ എടുത്തോളാം കേട്ടോ. ഓക്കെ. താങ്ക് യു. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Um,